കൊല്ലവർഷം 1200 ആണ്ട് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് പൊതുവെ ഈ ഒരു വർഷം കുറച്ചധികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നേക്കാം. പ്രത്യേകിച്ച് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ അസാന്നിധ്യം, അവർ സ്ഥലം മാറി പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പോവുകയോ ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടി ജോലി ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഭരണനക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. കുറച്ചധികമായിട്ട് അധ്വാനിക്കേണ്ടതായിട്ട് വരും. അവരുടെ അധികാര പരിധി, പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ അധികാര പരിധി ഈ ഒരു സമയത്ത് കുറച്ച് കൂടുകയും കുറച്ചധികമായിട്ട് അധ്വാനിക്കേണ്ടതായിട്ട് വരും. ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരുപക്ഷെ താമസ സ്ഥലം തന്നെ മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്ന ഒരു അസന്തുലിതാവസ്ഥ ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്കെല്ലാം എത്തിച്ചേക്കാം. പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന വിഷബാധ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഭരണ നക്ഷത്രക്കാർ ഈ ഒരു വർഷം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു വർഷം. സഹോദര സ്ഥാനത്തുള്ള ആളുകൾക്ക് ഈ വരുന്ന ഡിസംബർ മുതൽ ചില അരിഷ്ടതകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഭരണനക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ പല വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയും വിപരീതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഭരണനക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്തുണ്ടാകും. ജീവിത പങ്കാളിയുടെ വാക്കുകൾ, ജീവിത പങ്കാളിയുടെ ആശയങ്ങളും അവരുടെ അഭിപ്രായങ്ങളെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം മുതൽക്കൂട്ടായിട്ട് വരും. അത്തരം പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്നതിന് ജീവിത പങ്കാളി നൽകുന്ന ഒരു ഉത്തേജനം വളരെ അധികം ഉണ്ടാകും. അതുപോലെ തന്നെ കുടുംബത്തിൽ വളരെ സ്വസ്ഥമായിട്ടുള്ള സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം പൊതുവെ ഭരണനക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്തുണ്ടാകും. പൊതുവെ എല്ലാ കാര്യങ്ങളോടും ഈ ഒരു സമയത്ത് ഭരണനക്ഷത്രക്കാർക്ക് ഒരു സംശയവും എല്ലാ കാര്യങ്ങളെയും സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടാകും. അത് ശ്രദ്ധിക്കുക. ഒരു കാര്യത്തിൽ കുറച്ച് അധികമായിട്ട് തന്നെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. മറ്റുള്ള കാര്യങ്ങളിൽ അധികം സംശയിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം ഈ ഒരു സമയത്ത്. മുടങ്ങിക്കിടന്ന സർക്കാർ സംബന്ധമായിട്ടുള്ള മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ പെട്ട് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും വളരെ കാലങ്ങളായിട്ട് നിന്ന് ശ്രമിക്കുന്ന മുടങ്ങിക്കിടന്ന ചുവപ്പ് നാടുകളിലൊക്കെ കുടുങ്ങിക്കിടന്ന പല രേഖകളെല്ലാം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമയത്ത് അത് ലഭിക്കും. അതുപോലെ വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു സമയത്ത് അത് പരിഹരിക്കുന്നതിനായിട്ട് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നടക്കും. പൊതുവെ ഈശ്വരാധീനമുള്ള ഒരു സമയം തന്നെയാണ് ഭരണനക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളിലേക്കൊന്നും പോകാതെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ വളരെയധികം ഗുണങ്ങളുണ്ടാക്കും. സംയമനം പാലിച്ച് മാത്രം മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം.